എന്റെ സുഹൃത്ത് ഗിരിധരൻ കൂടി ഒരു ചെറിയ യാത്ര പോകാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ തയ്യാറായി റൂമിന്റെ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ക്യാമ്പിനുള്ളിലെ ചെറിയ വഴിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബാരക് ഇടതുവശത്ത് കാണാം. ആ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് നടന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് കയറി ബറ്റാലിയൻ ഗേറ്റിലേക്ക് എത്തി. ബറ്റാലിയനിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ഒരു ടോട്ടോ പിടിച്ചു. ടോട്ടോ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. ഡ്രൈവറുടെ അടുത്ത് ഞാനിരുന്നു. യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നഗരത്തിന്റെ കാഴ്ചകളും നാട്ടുകാരുടെ ജീവിതവും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. വഴിയിൽ പണിതീരാത്ത ഒരു വലിയ കെട്ടിടവും അതിന്റെ താഴെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെയും കാണാൻ കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർക്ക് വർഷങ്ങളുടെ അനുഭവമുണ്ടെന്ന് തോന്നി. അദ്ദേഹത്തിന് പേടിയൊന്നുമില്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾക്കാണ് ചെറിയ പേടി തോന്നിയത്. അങ്ങനെ യാത്ര തുടർന്നു. ഒരു ചെറിയ തെരുവിലൂടെ നടന്ന് മാളിന്റെ മുൻവശത്തെത്തിയപ്പോൾ അതിന്റെ ഭംഗി തന്നെ വേറിട്ട അനുഭവമായിരുന്നു. സിലിഗുരിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് സിറ്റി സെന്റർ. അവിടുത്തെ വിശാലമായ അന്തരീക്ഷവും ആളുകളുടെ തിരക്കുമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഊർജ്ജം അനുഭവപ്പെടും, അല്ലേ? മാളിനുള്ളിലേക്ക് കയറുമ്പോൾ ഇരുവശങ്ങളിലും പലതരം കടകളും ബ്രാൻഡുകളും കാണാം. മെയിൻ ഹാളിൽ ലോകകപ്പിന്റെ ട്രോഫിയുടെ ഒരു വലിയ ഡെമോ പ്രദർശിപ്പിച്ചിരുന്നതും കാണാൻ കഴിഞ്ഞു. അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് ചിത്രങ്ങളും വീഡിയോകളും എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഡെക്കാത്ലോണിലേക്ക് കയറി. സ്പോർട്സ് പ്രേമികൾക്ക് ഒരു സ്വർഗം പോലെയാണ് ഡെക്കാത്ലോൺ. ക്രിക്കറ്റ്, ഫുട്ബോൾ, ട്രക്കിംഗ്, സൈക്ലിംഗ്, ഫിറ്റ്നസ് തുടങ്ങി എല്ലാ സ്പോർട്സിനും വേണ്ട ഉപകരണങ്ങളും വസ്ത്രങ്ങളും ഒരേ കുടക്കീഴിൽ ലഭിക്കുന്ന വലിയ സ്റ്റോറാണിത്. ഓരോ സെക്ഷനും കണ്ട് നടന്ന ശേഷം ഞങ്ങൾ 2 സാധനങ്ങൾ വാങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞ് മുകളിലെ നിലയിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് നോക്കിയപ്പോൾ മാളിന്റെ മുഴുവൻ ഭംഗിയും ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ കഴിഞ്ഞു. പിന്നീട് മാളിൽ നിന്ന് പുറത്തു വന്ന് മിയോ അമോർ ഷോപ്പിൽ കയറി ഒരു സാൻഡ്വിച്ച് വാങ്ങി. പുറത്തിരുന്ന് അത് കഴിച്ചുകൊണ്ട് കുറച്ച് സമയം വിശ്രമിച്ചു. അങ്ങനെ ഇന്നത്തെ ചെറിയ യാത്ര അവസാനിപ്പിച്ച് വീണ്ടും ഒരു ടോട്ടോ പിടിച്ച് ബറ്റാലിയനിലേക്ക് മടങ്ങി. സാധാരണ ഒരു ഞായറാഴ്ചയേക്കാൾ വ്യത്യസ്തമായി ചിലവഴിച്ച ഒരു ദിവസം. If you ride for me, then ride to the end. Don't wanna love this paper thin. So why you always halfway in? Halfway in.